friends, welcome back to Divya's kitchen. അപ്പോൾ എന്നത്തെയും പോലെ തന്നെ ചായയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ ചോറ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇന്ന് തിളപ്പിച്ച് ഊറ്റാനൊന്നും ചോറില്ല. അപ്പോൾ റേഷൻ അരി ഇട്ടിട്ട് ഏട്ടന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. മക്കൾക്കൊന്നും സ്കൂളില്ലല്ലോ. അപ്പോൾ ഏട്ടന് എന്തായാലും പണിയുണ്ട്. ഇന്ന് ന്യൂ ഇയർ അല്ലേ. അപ്പോൾ എല്ലായിടത്തും നല്ല തിരക്കാവൂലേ. അപ്പോൾ ഇവിടെ നല്ല തിരക്കാണ്. ഇന്ന് ഓരോരുത്തരും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്ന ഒരു ദിവസമല്ലേ. നല്ല ആഘോഷങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇവിടെ ക്യാബേജൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ വെണ്ടയ്ക്കയും തക്കാളിയും കറി വെക്കാനായിട്ട് അതും അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കടയിലേക്കുള്ള സാധനങ്ങളൊക്കെ ഇന്നലെ തന്നെ വൈകുന്നേരം കൊണ്ടുവന്നിട്ട് കുറേ നന്നാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാനും അമ്മയും കൂടി ഇരുന്നിട്ട് കുറേ നന്നാക്കി വെച്ചിട്ടുണ്ട്. കുറച്ചൊക്കെ പണിക്കൊരു സുഖം ഉണ്ടാവുമല്ലോ, പക്ഷെ ഒക്കെ കണക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ ചോറ് ഞാൻ റൈസ് കുക്കറിലേക്ക് വെച്ചു. ഇനി വെണ്ടയ്ക്കയും തക്കാളിയും കറി വെക്കട്ടെ വിചാരിച്ചു കേട്ടോ. അപ്പോൾ വെണ്ടയ്ക്ക ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. ഇനി ആദ്യം പുളി പിഴിഞ്ഞിട്ട് ഈ തക്കാളിയും പച്ചമുളകും അതിലേക്ക് ഇട്ട് കൊടുക്കും കേട്ടോ. എന്നിട്ട് ഒന്ന് തിളച്ച് വന്നതിന് ശേഷം പൊടികളും മല്ലിപ്പൊടിയും മുളക് പൊടിയും ഒന്ന് വറുത്ത് വെച്ചിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കും. എന്നിട്ട് വെണ്ടയ്ക്കയും ചേർത്തിട്ട് പെട്ടെന്നൊരു കറി കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ ഒരു കറി. അപ്പോൾ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. ഇതിലേക്ക് തേങ്ങയൊന്നും അരയ്ക്കൂല കേട്ടോ. അപ്പോൾ ഇത് തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ദോശ ഞാൻ ഗ്യാസിലാണ് ചുട്ടെടുക്കൽ. ഇവിടെ മിക്ക ദിവസങ്ങളിലും ദോശ തന്നെയാണ് കേട്ടോ. ഇവിടെ ദോശയാണ് അധികം ഇഷ്ടം. ദോശയും ചട്നി, ദോശ, സാമ്പാർ, അതിനോടാണ് കൂടുതലും ഇഷ്ടം. അനുമോക്കാണ് സാമ്പാർ നിർബന്ധം. ഓൾക്കിന്ന് എന്തായാലും വെണ്ടയ്ക്കയും തക്കാളിയും കറി ഉണ്ടല്ലോ, അപ്പോൾ അത് മതി. ചട്നി തീരെ കൂട്ടൂല കേട്ടോ. അപ്പോഴേക്കും ഇവിടെ കറിയൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് പൊടികളും വെണ്ടയ്ക്കയും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വെണ്ടയ്ക്ക ഒന്ന് വെന്ത് കിട്ടിയാൽ മതിയല്ലോ. അപ്പോൾ അപ്പുറത്ത് ദോശയും നോക്കണം കേട്ടോ. അപ്പോൾ ഒരു പണി കഴിഞ്ഞിട്ട് ഒരു പണി എടുക്കാനൊന്നും പറ്റൂല. എല്ലാതും ഒരുമിച്ച് അങ്ങനെ ചെയ്യാനേ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ രാവിലെ 5 മണിക്കൊക്കെ എണീറ്റിട്ടുണ്ട്. എന്നാലും നമ്മൾ ഈ വീഡിയോസും കൂടി എടുക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ കുറച്ച് സമയം ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് എടുത്തത്. പിന്നെ കണ്ണൻ എണീറ്റു കേട്ടോ. കണ്ണന് ചുമയൊക്കെ കാരണം ഇപ്പോൾ നടക്കാനൊന്നും പോകലില്ല. ഇന്നലെ ആശുപത്രി കൊണ്ടുപോയിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ഒരു 6 മണി ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ജനലൊക്കെ തുറന്നിടുക. പുലർച്ചയ്ക്ക് എണീക്കുമ്പോൾ എനിക്ക് ജനലൊക്കെ തുറക്കാൻ പേടിയാണ് കേട്ടോ. തുറന്നിട്ടാൽ ഒരു കാറ്റിങ്ങനെ വരുമ്പോൾ നല്ല ഇഷ്ടമൊക്കെയാണ്, പക്ഷേ എങ്കിൽ പേടിയാണ്. അതിനിടയ്ക്ക് അച്ഛന് ചായയൊക്കെ ഉണ്ടാക്കി കൊടുത്തിരുന്നു. അച്ഛച്ച് വെട്ടാൻ പോയിട്ടുണ്ട്. അപ്പം ഇനി നാളികേരം ഒന്ന് പൊട്ടിച്ചെടുത്തു. കുറച്ച് നാളികേരമുള്ളൂ പൊട്ടിച്ചത്. അപ്പോൾ ചട്നി ഉണ്ടാക്കണമല്ലോ. അപ്പം ഇന്ന് ഒരുപാട് എണ്ണത്തേക്ക് വേണം നാളികേരം. അപ്പോൾ ആദ്യം ഒന്ന് പൊട്ടിച്ചെടുത്തു. അതിങ്ങി ചിരവി എടുക്കട്ടെ. അപ്പോൾ ഈ ഒരു നാളികേര വെള്ളം ഞാൻ നന്ദൂസിന് എടുത്ത് വയ്ക്കും കേട്ടോ. നന്ദൂട്ടിന് നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഇതാ ദോശ കണ്ണൻ ചൂടാന്ന് പറഞ്ഞിട്ടുണ്ട്. കണ്ണൻ എണീറ്റിട്ടുണ്ട് കേട്ടോ. സ്കൂളില്ലെങ്കിൽ കുറച്ച് നേരത്തെ എണീക്കും. സ്കൂളുണ്ടെങ്കിൽ വിളിച്ചുണർത്തണം. നടക്കാനൊക്കെ പോകണമെങ്കിൽ നമ്മളങ്ങനെ വിളിക്കണം കേട്ടോ. കണ്ണനെ അടുക്കളയിൽ സഹായിക്കണൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ. തേങ്ങ ചിരവി തരാനും അതുപോലെ ഉള്ളിയൊക്കെ അരിഞ്ഞു തരാൻ, ദോശയൊക്കെ ചുടാനും ഒക്കെ എല്ലാത്തിനും സഹായിക്കും. മടിയൊന്നുമില്ല. വിറകൊക്കെ കൊണ്ടുവന്ന് വെച്ചേരും കേട്ടോ. അനുമോക്കാണ് പിന്നെയും കുറച്ച് മടിയുള്ളത്. അനുമോൾ ചെയ്യും, പക്ഷെ എല്ലാതും പറഞ്ഞ് ചെയ്യിക്കണം. അപ്പോൾ ഇതാ ചട്നി ഞാൻ ഉണക്കമുളകും ഇഞ്ചിയും അതുപോലെ ചെറിയ ഉള്ളി ഇട്ടിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനിടയ്ക്ക് ചോറൊന്ന് വെന്തോ നോക്കുകയാണേ. റേഷൻ അരി ആവുകൊണ്ട് പെട്ടെന്ന് വേവുമല്ലോ. അപ്പോൾ ഇത് കുറച്ചധികം വെള്ളം പാർന്നിട്ട് ഊറ്റിയെടുത്താൽ ഒട്ടിപ്പിടിക്കൊന്നുമില്ലല്ലോ. അപ്പോൾ ഞാൻ ചൂടുവെള്ളം ഉണ്ടായിരുന്നു, അതും കൂടി പാർന്നിട്ട് ഒന്ന് ഊറ്റിയെടുക്കുകയാണ്. അപ്പം ഇന്ന് നല്ല തിരക്കുള്ള ദിവസമാണ് കേട്ടോ. ഇന്ന് ന്യൂ ഇയർ അല്ലേ. അപ്പോൾ കടയിൽ കുറച്ച് ഓർഡറൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് കുറച്ചധികം സാധനങ്ങൾ തന്നെ ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ അതിനൊക്കെ സമയം കണ്ടെത്തണം. അപ്പോൾ ആദ്യം നമ്മളെ വീട്ടിലത്തെ പരിപാടി ഉണ്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. എന്താ വെച്ചാൽ നമുക്കുള്ള ചോറും കറിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ തന്നെ കുറേ പണി ഒരുങ്ങിയല്ലോ. പിന്നെ കടയിലേക്കുള്ളത് നോക്കിയാൽ മതിയല്ലോ. അപ്പോൾ ഇതാ ചോറ് ഊറ്റുന്നുണ്ട്. അതിനിടയ്ക്ക് ഇതാ കറിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിക്കൊന്ന് വറുത്തിട്ടാൽ മതി. ഇങ്ങനത്തെ കറിയൊക്കെ എല്ലാവരും ഉണ്ടാക്കലുണ്ടാവും, എനിക്കറിയില്ല. അപ്പം ഇനി ഇതിലേക്ക് വറുത്തിടാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതാ ഏട്ടന് എണീറ്റ് വന്നിട്ടൊക്കെ ഉണ്ട്. ഇനി അങ്ങാടിക്ക് പോകണമല്ലോ. ഇന്നെന്തായാലും കടയിലൊക്കെ നല്ല തിരക്ക് തന്നെയായിരിക്കും. അപ്പോൾ കറക്റ്റ് സമയത്ത് പണിക്കൊന്നും പോകാൻ പറ്റിയുണ്ടാവില്ലെന്ന്. സാധാരണ 8 മണിക്ക് പോകണത് ഇന്ന് എന്തായാലും ഒരു 8:30 ആവുകയുണ്ടാവും. അപ്പോൾ ഇതാ വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ചെറിയ ഉള്ളി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വെറുതെ കടുക് താളിച്ചാലും കുഴപ്പമില്ല, പക്ഷേ ചെറിയ ഉള്ളിയും കൂടി കൂടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്.
ഈ ചെറിയ ഉള്ളി ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ നമ്മളെ വീട്ടിലുള്ള മല്ലിയിലല്ലേ, ആഫ്രിക്കൻ മല്ലിയില, അതും ചേർത്ത് കൊടുക്കും. അതിൻ്റെ ടേസ്റ്റ് അമ്മയ്ക്ക് നല്ല ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ. അപ്പോൾ അതും ചേർത്ത് കൊടുക്കും. ഇനി അതിലേക്ക് കുറച്ച് സാമ്പാർ പൊടി കേട്ടോ, കുറച്ച് ഇട്ട് കൊടുക്കാവും. അതും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ വെണ്ടയ്ക്കയും തക്കാളി ഇവിടെ കറി റെഡി ആയിട്ടോ. അപ്പോൾ ചോറുമായി കറിയായി. ഇനി ഇതേ ചീനച്ചട്ടിയിൽ തന്നെ ഞാൻ നേരത്തെ ചട്നിക്ക് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതും കൂടി ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ ആ ചീനച്ചട്ടി ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം വീണ്ടും അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് സാധാരണ എല്ലാവരും ചട്നിക്ക് തയ്യാറാക്കുമ്പോൾ തന്നെ വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ കുറച്ച് കടുക് ചേർത്ത് കൊടുത്തു. ഇനി ഒരു 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചട്നിക്ക് അരച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര വേണമെന്ന് വെച്ചാൽ അത്രയും വെള്ളം ചേർത്തിട്ട് ആ ഒരു പാത്രത്തിൽ ഞാൻ ലൂസാക്കി എടുക്കും കേട്ടോ. എന്നാൽ പിന്നെ അധികം ബാക്കിയൊന്നും വരില്ലല്ലോ, അപ്പോൾ ഒരളവും കിട്ടും. അപ്പോൾ അരപ്പൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് തിള വന്ന് തുടങ്ങുമ്പോൾ നമുക്കിത് വാങ്ങി വെക്കാം. ഇനി അതേ ചീനച്ചട്ടിയിൽ തന്നെ ഉപ്പേരി അടുപ്പത്ത് വെക്കുകയാണ് കേട്ടോ. ക്യാബേജ് ഉപ്പേരിയാണ്. ഇറച്ചിനേക്കാളും ഇഷ്ടം എന്ന് പറയാട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ക്യാബേജ് ഉപ്പേരി. ഇവിടെ എല്ലാവർക്കും അറിയാം കേട്ടോ, എനിക്ക് നല്ല ഇഷ്ടമാണ് ഈ ഒരു ക്യാബേജ്. അപ്പോൾ അതിലേക്ക് കടുകൊക്കെ പൊട്ടിച്ചിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില വിട്ടിട്ട് ഒരു പരിപാടിയില്ല കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എല്ലാ കറിയിലും കറിവേപ്പില ഇടുന്നത്. അപ്പോൾ ക്യാബേജിലേക്ക് ഒരു വലിയ ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അതുപോലെ കുറച്ച് കാന്താരി, അതുപോലെ ഒരു വെളുത്തുള്ളി, 2-3 ചുവന്നുള്ളി, ഇതൊക്കെ ചതച്ചവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊത്തി വെച്ചാൽ മതി. അതിനുശേഷം അതിലേക്ക് വെന്ത് വരുമ്പോൾ കുറച്ച് നാളികേരം കൂടിയും ചേർത്ത് കൊടുക്കണം, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. നാളികേരം ചേർത്ത ക്യാബേജ് ഉപ്പേരിയാണ് കേട്ടോ എനിക്കിഷ്ടം. അപ്പോൾ ഇതാ അമ്മ എണീറ്റിട്ടുണ്ട്. അപ്പോൾ അമ്മ എണീറ്റിട്ട് ആദ്യം കടയിൽ നിന്ന് കൊണ്ടുവരുന്ന ആ വേസ്റ്റ് ചുട്ടിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് മുറ്റടിക്കാൻ നോക്കുകയാണ്. അപ്പോൾ കുറുന്തോട്ടിച്ചൂലാണിത്. അപ്പോൾ അതുകൊണ്ട് മുറ്റടിക്കാൻ നല്ല സുഖമാണ് കേട്ടോ. പക്ഷേ എനിക്ക് ബുദ്ധിമുട്ട് തന്നെയാണ്, എനിക്കത് പിടിച്ച് മുറ്റടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ഒരു മുൻവശത്ത് അമ്മ വൈകുന്നേരം അടിക്കും കേട്ടോ. അനുമോളുണ്ടെങ്കിൽ അനുമോളും കൂടി കൊടുക്കും. അപ്പോൾ മൊത്തം ഒരു ദിവസം തന്നെ അടിക്കാൻ, ഒരു നേരം തന്നെ അടിക്കാൻ കഴിയില്ല കേട്ടോ. അപ്പോൾ വൈകുന്നേരവും രാവിലെ ആയിട്ട് അടിക്കും. റബ്ബറിൻ്റെ ഇല ചാടുന്നതുകൊണ്ട് നല്ല ചമ്മലായിരിക്കും കേട്ടോ. അപ്പോൾ കണ്ണതാ രാവിലെ തന്നെ അവൻ്റെ പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട്. മീനിന് തിന്നാൻ കൊടുക്കുക, അതുപോലെ താറാവിനെ പിടിച്ചത്, അതൊക്കെയാണ് അവൻ്റെ പരിപാടി. അപ്പോൾ അതിനിടയ്ക്ക് ക്യാബേജ് ഉപ്പേരിയൊക്കെ ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു 4-5 ഉണക്കമീൻ ഉണ്ട് കേട്ടോ, തളമീനാണ്. അപ്പോൾ അതൊന്ന് വറ്റിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഉള്ളിയും തക്കാളിയും പച്ചമുളകും കറിവേപ്പിലയും വാട്ടിയിട്ട് അതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് പുളിവെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് തിളച്ച് വരുമ്പോൾ മീനും ചേർത്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ വീട്ടിലേക്കുള്ള ചോറും കറിയും ഉപ്പേരിയും മീനും ഒക്കെ ആയിട്ടുണ്ട്. ഇനി കടയിലത്തെ കാര്യമാണ് നോക്കേണ്ടത്. അപ്പം അങ്ങാടിയിലാണ് ഇറച്ചിയൊക്കെ കിടക്കുന്നത്, അപ്പോൾ കൊണ്ടുവന്നാൽ വേവേം ചെയ്യുക. അപ്പോൾ ഉണക്കമീൻ കൊണ്ടുവന്നാൽ ഞാൻ കുറച്ചധികം ഉണ്ടെങ്കിലും ഒക്കെ മുറിച്ചിട്ട് കുപ്പിയിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാമല്ലോ. അത് മുറിക്കാനും കഴുകാനൊക്കെ നിൽക്കുമ്പോൾ തന്നെ നല്ലൊരു പണിയാണ്. അപ്പോൾ ചിലപ്പോൾ കഴുകിയിട്ട് തന്നെ എടുത്ത് വയ്ക്കും, ഇല്ലെങ്കിൽ മുറിച്ചിട്ട് എടുത്ത് വയ്ക്കും. അപ്പോൾ ഇന്നലെ രാത്രി അരിയൊക്കെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. വട്ടയപ്പം ഉണ്ടാക്കാനാണ്, ഇത് കടയിലേക്ക് കൊണ്ടുപോകാനാണ്. അപ്പോൾ പച്ചരിയൊക്കെ ഇട്ട് കൊടുത്ത് അതിലേക്ക് നാളികേരവും ചോറും ഏലക്കായ പഞ്ചസാര ഈസ്റ്റൊക്കെ ചേർത്തിട്ടാണ്ട് അടിച്ചെടുക്കും. എന്നിട്ട് 1 മണിക്കൂറിനുള്ളിൽ തന്നെ നന്നായിട്ട് പൊങ്ങും കേട്ടോ. ആദ്യമൊക്കെ ഞാൻ തരിയൊക്കെ കാച്ചിട്ടായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. പക്ഷേ അതിൻ്റെ ടേസ്റ്റ് ഇതിൻ്റെ ടേസ്റ്റൊക്കെ എനിക്ക് ഒരുപോലെ തന്നെയാണ് തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ന് രാവിലെ എണീറ്റപ്പോൾ തന്നെ ഉണ്ടാക്കാൻ പറ്റിയില്ല. അപ്പം നേട്ട അങ്ങാടി പോയി വന്നിട്ടാണ് ജ്യൂസൊക്കെ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ കണ്ണനൊക്കെ അതാ ചായ കുടിക്കാൻ ഒരുങ്ങിയിട്ടുണ്ട്. അപ്പോൾ മീനൊക്കെ വെന്ത് പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത ചോറിനുള്ള വെള്ളമാണ് അടുപ്പത്ത് വെച്ചിട്ടുള്ളത്. ഇനി പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കുമ്പോഴേക്കും വെള്ളം ചൂടാവും. എന്നിട്ട് അരി ഇട്ടാൽ മതിയല്ലോ. അപ്പോൾ ഇനി വേവുള്ള അരിയാണ് ഇട്ടിട്ട്, ഇവിടെ അമ്മയ്ക്കും അച്ഛനും അധികം ഇഷ്ടം വേവുള്ളതാണ്. അപ്പോൾ എനിക്കും കുട്ടികൾക്കും മേടനും റേഷൻ അരിയാണ് ഇഷ്ടം. അപ്പോൾ രണ്ടും വെക്കും കേട്ടോ. ചില ദിവസങ്ങളിൽ മടി പിടിച്ചിട്ട് ആ വേവുള്ള അരി തന്നെ വെക്കും. മിക്കവാറും ദിവസങ്ങളിൽ റേഷൻ അരിയും വേവുള്ളതും വെക്കും കേട്ടോ. അപ്പോൾ ഇനി അത് അരി ഇട്ടതിന് ശേഷം തിളച്ചിട്ട് റൈസ് കുക്കറിലേക്ക് ഇറക്കി വയ്ക്കും. അപ്പോഴേക്കും ഇറച്ചി കൊണ്ടുവരുമല്ലോ, അപ്പോൾ അടുപ്പത്ത് അങ്ങനെ വെക്കാമല്ലോ. ചില ദിവസങ്ങളിൽ പണിയെടുക്കുമ്പോൾ തന്നെ ആയ പാത്രങ്ങൾ അങ്ങനെ കഴുകി വയ്ക്കും കേട്ടോ. ചില ദിവസങ്ങളിൽ എല്ലാം ഒരുമിച്ചുകൊണ്ട് കഴുകാമെന്ന് വിചാരിക്കും.
ഓരോ ദിവസം ഓരോ മൂടായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്ന് പാത്രങ്ങളൊക്കെ അങ്ങനെ ഒരു കൂട്ടി വെച്ചു, എന്നിട്ട് ഒരുമിച്ച് കഴുകാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ കുളിയൊന്നും നടക്കൂല കേട്ടോ, അപ്പോഴേക്ക് വേറെ പണി കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് തിരിയും. അമ്മയ്ക്ക് പറ്റുന്ന പണികളൊക്കെ അമ്മയും ചെയ്തു തരും കേട്ടോ. അപ്പോൾ ഇനി ഇറച്ചിയൊക്കെ കൊണ്ടുവന്നിട്ട് അതൊക്കെ കഴുകിയിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഒന്ന് കഴിയുമ്പോഴത്തേനും ഒന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ കുളി അവിടെ നിൽക്കും കേട്ടോ. രാവിലെ തന്നെ കുളിച്ചിട്ടാണ് പോരുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ല. ഈ തണുപ്പൊന്ന് പോട്ടെ, എന്നിട്ട് അതൊക്കെ നടക്കുള്ളൂ. അപ്പോൾ ആദ്യമൊക്കെ ന്യൂ ഇയറിന് ഇവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി നല്ല രസമായിരുന്നു കേട്ടോ വൈകുന്നേരമൊക്കെ. ഇപ്രാവശ്യം ഇനിയിപ്പോൾ എന്തായാലും ഇന്ന് നടക്കൂല. ഇനി ഞായറാഴ്ച 1-ാം തീയതി നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കാം, കട ലീവാക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഏട്ടൻ ഇറച്ചി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഏട്ടന് ചോറൊക്കെ ഞാൻ ബാഗിലാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് പുതിയൊരു പണി തുടങ്ങാൻ പോവുകയാണേ. ചായയൊക്കെ കുടിക്കുകയാണ്. അപ്പോൾ കുറച്ച് നേരം വൈകിയിട്ടുണ്ട് കേട്ടോ. എന്തായാലും കടയിൽ നല്ല തിരക്കിയെന്ന് പറഞ്ഞു. അപ്പം ഇനി ഏട്ടനെ പറഞ്ഞയച്ചിട്ട് വേണം അടുത്ത പണിക്ക് തിരിയാൻ കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ ഇറച്ചിയൊക്കെ അവിടെ എല്ലാതും കഴുകി ഓരോന്നോരോന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് പതുക്കെ തുടച്ചിടാന്ന് വിചാരിച്ചു. തുടച്ചിട്ടിട്ടൊന്നും കാര്യമില്ല, ഇനി ഇവിടെ നിറയും കേട്ടോ. എന്നാലും ഒരു മനസ്സമാധാനത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യാണ്. പണികൾ തീരൂല കേട്ടോ. രാവിലെ തൊട്ട് വൈകുന്നേരം കിടക്കുന്നത് വരെ നല്ല പണി തന്നെ ഉണ്ടാവും. ഒന്ന് കഴിയുമ്പോൾ ഒന്നങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഇതാ അരിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇനി ഇത് റൈസ് കുക്കറിലേക്ക് വെക്കണം. അപ്പോഴേക്കും ഇറച്ചി റെഡിയാക്കിയിട്ട് ഈ അടുപ്പത്തേക്ക് വെക്കണേ. അപ്പോൾ ഇതാ ബീഫ് റോസ്റ്റ് ചെയ്യാനും ബീഫ് കറി വെക്കാനും അതുപോലെ ചിക്കൻ്റെ പാർട്സ് ഒന്ന് വരട്ടിയെടുക്കണം. അതുപോലെ ഇത് കടായി ചിക്കനും ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാനുള്ള ചിക്കനാണ്. അപ്പോൾ എല്ലാം അതൊന്ന് വെള്ളം വാർന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു തുണിക്ക് ഇട്ട് കൊടുക്കും കേട്ടോ. ഈ തുണിയിൽ തന്നെയാണ് ഞാൻ എന്നും ഇട്ട് കൊടുക്കുക. ഇത് കഴിഞ്ഞാൽ ഇത് കഴുകി ഉണക്കി വയ്ക്കും. എന്നാൽ വ്യത്യാസം ഇതേപോലെ എടുക്കാമല്ലോ. അപ്പോൾ ഇങ്ങനെ തുണിയിൽ ഇട്ട് കൊടുത്താൽ ഒന്നും കൂടി വെള്ളം നല്ലോണം വലിയിച്ച് കിട്ടും. പിന്നെ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കുമല്ലോ. അപ്പോൾ അതിനിടയ്ക്ക് അമ്മ ചായയൊക്കെ കുടിച്ച് പാത്രമൊക്കെ കഴുകി വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നന്തോട്ടിന് എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പച്ചരീൻ്റെ പൊടി കഴിഞ്ഞിട്ടുണ്ട്, പത്തിരിപ്പൊടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചധികം പച്ചരി കഴുകി വെയിലത്തിടുകയാണേ. അപ്പം മില്ലിൽ കൊണ്ടുപോയി പൊടിച്ച് കൊടുത്താൽ കുറേ ദിവസത്തിലുണ്ടാവുമല്ലോ. അപ്പോൾ എന്തൊരു 10 കിലോ കഴുകി ഉണക്കാമെന്ന് വിചാരിച്ചു. എന്നും ആവശ്യം തന്നെയാണ് കടയ്ക്ക് കേട്ടോ. കടയിലേക്ക് ആവശ്യമാണ്. ഞാൻ ഈ ഒരു പത്തിരിപ്പൊടി കൊണ്ടാണ് പുട്ടും ഉണ്ടാക്കൽ കേട്ടോ. നൂൽപുട്ടിനോട് അധികം ഇഷ്ടമല്ല കേട്ടോ ഇവിടെ ആർക്കും. അപ്പോൾ പുട്ടാണ് ഇതുകൊണ്ട് അധികം ഉണ്ടാക്കുക. പിന്നെ കടയ്ക്ക് എല്ലാത്തേക്കും വേണമല്ലോ കുറേശ്ശെ. അപ്പോൾ ഇന്ന് നല്ല വെയിലും ഉണ്ട്. അപ്പം ഇപ്പം തന്നെ കഴുകിടാന്ന് വിചാരിച്ചു. പണി ഒരുങ്ങിയിട്ടൊന്നും ഇപ്പോൾ ഇതിന് നടക്കൂല. അപ്പോൾ വീടിൻ്റെ മുകളിൽ തുണിയൊക്കെ വിരിച്ചിട്ട് നല്ല വെയിലത്ത് ഇടുകയാണ് കേട്ടോ. ഇത് അമ്മ വാരി വെച്ചോളൂ കേട്ടോ. ഞാൻ ഉച്ചയ്ക്ക് പോകൂലേ, അപ്പോൾ അമ്മ വാരി വയ്ക്കും. ഏട്ടൻ വന്നിട്ട് മില്ലിൽ കൊണ്ടുപോയിടാന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ വീടിൻ്റെ മുകളിലത്തെ അവസ്ഥയാണിത്. അപ്പോൾ ഈ ഒരു റബ്ബറിൻ്റെ ഇല ചാടാൻ തുടങ്ങിയപ്പോഴാണ് കേട്ടോ ഇങ്ങനെ ആയത്. ഇനിയിപ്പോൾ ഇത് ലീവുള്ളൊരു ദിവസം അടിച്ചു വാരണം. അപ്പോൾ ഇതാ അന്നുട്ടി എണീറ്റ് മുടിയൊക്കെ കെട്ടി അടിച്ചു വാരുകയാണേ. അപ്പോൾ എല്ലാ റൂമത്തെയും കിടക്കത്തെ വീരിയൊക്കെ ഓളെന്നെ മടക്കി വെക്കും. പുതപ്പൊക്കെ മടക്കി വെച്ചിട്ട് അടിച്ചു വരല പണി ഓൾക്കാണ് കേട്ടോ. ഇപ്പോൾ സ്കൂളില്ലാത്തതുകൊണ്ട്. അപ്പോൾ ഇത്രയും തിരക്കണ ഇടയിലും ഏട്ടനും അനിയനും കൂടി കാട്ടുന്ന പണി കണ്ടില്ലേ. വളർത്താനിട്ടിരുന്ന മീനായിരുന്നു. അപ്പോൾ അതിനെ കൊന്നിട്ടുണ്ട്. നമുക്ക് രണ്ടാൾക്കും പൊരിക്കാന്നൊക്കെ പറഞ്ഞ് അമ്മക്ക് ന്യൂ ഇയർ ആഘോഷിക്കടാന്നൊക്കെ പറഞ്ഞ് രണ്ടാളും കൂടിയും കാട്ടുന്ന പണിയാണ് കേട്ടോ. മീനൊക്കെ നന്നാക്കാൻ കണ്ണൻ ബെസ്റ്റാണ്. പാടത്തെ മീനാണെങ്കിൽ നന്നാക്കാൻ എളുപ്പമാണ് കേട്ടോ ആൾക്ക്. അപ്പോൾ അതിൻ്റെ വേസ്റ്റൊക്കെ നമുക്ക് കോഴിക്ക് ഇട്ട് കൊടുക്കുകയാണേ. അപ്പോൾ ഇതാ പാർട്സ് അമ്മേനെ കൊണ്ട് വെപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടോ. അമ്മ വെച്ചാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ കണ്ണതാ ഒറ്റയ്ക്ക് മസാലയൊക്കെ തിരുമ്പിയിട്ടുണ്ട്. ഇനി ആരും സഹായം വേണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ചോറൊക്കെ വാങ്ങിയ അടുപ്പിൽ ഇതാ ബീഫ് കറിക്കുള്ള ബീഫ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പാർട്സ് ഞാൻ ഇപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ബീഫ് റോസ്റ്റും ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാം അതൊന്നും വീഡിയോ എടുക്കാൻ കഴിയില്ല കേട്ടോ. അപ്പോൾ ഒരുപാട് ലെങ്ത്തായി പോവും. എനിക്കും സമയം നേരം വഴുകി പോവും.
ഇനി നെയ്ച്ചോറ് ഉണ്ടാക്കണം, കടായി ഉണ്ടാക്കണം, അതുപോലെ ചിക്കൻ മസാലയൊക്കെ തേച്ച് വയ്ക്കണം. അതിനിടയ്ക്ക് ഇതാക്കണ വട്ടയപ്പം തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി അത് ചൂടാറിയതിന് ശേഷം കഷ്ണം വെട്ടിയെടുക്കും കേട്ടോ. അപ്പോൾ ഇതാ ചിക്കനൊക്കെ മസാല തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഫ്രിഡ്ജിലേക്ക് വയ്ക്കും. അപ്പോൾ അമ്മ ഇതാ കൊക്കവടയിലേക്കുള്ള ഉള്ളി അരിയാണ്. അപ്പോൾ അടുക്കളയിൽ എനിക്ക് ഓരോ പണികളുണ്ട്. അപ്പോൾ ഇനി വീഡിയോസ് ഇവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പോൾ അതിനിടയ്ക്ക് ഇതാക്കണേ കണ്ണ മീനൊക്കെ വറുത്തിട്ടുണ്ട് കേട്ടോ. ചീനച്ചട്ടിയൊക്കെ ഞാൻ ചൂടാക്കി കൊടുത്തു. അപ്പോൾ ഇനി തറവാട്ടിലെ കുഞ്ഞാറ്റിയും വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി ഇരുന്നിട്ട് വെറുതെ കഴിച്ചു കേട്ടോ. എനിക്കിഷ്ടമല്ല കേട്ടോ ഈ മീൻ. അപ്പോൾ ഇനി ഒരുപാട് പണികൾ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇനി വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല. നെയ്ച്ചോറ് ഉണ്ടാക്കണം, കടായി ചിക്കൻ ഉണ്ടാക്കണം, പിന്നെ കറി വയ്ക്കണം, ഒരുപാട് പണികളുണ്ട്. പഴംപൊരിക്ക്, ഉണ്ടയ്ക്ക്, പരിപ്പ് വടയ്ക്ക്, വെള്ളയപ്പത്തിന്, അങ്ങനെ ഒരുപാട് പണികളുണ്ട്. അപ്പോൾ ഇനി വീഡിയോ ലെങ്തായി പോവുള്ളൂ. അപ്പോൾ വീഡിയോ എടുക്കാൻ തന്നാൽ എൻ്റെ സമയം പോകും കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനും മറന്നു പോകരുത്. അതുപോലെ തന്നെ ആദ്യമായിട്ട് എൻ്റെ വീഡിയോസ് ആരെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.